സൗഖ്യത്ത് വെയിലും കൊണ്ട് നല്ല കയ്യാട്ടില്ല കേട്ടോ. ചേച്ചിനെ ഞങ്ങളോട് ഒരു ഭാഗത്ത് ഇരുത്തിക്കുന്നതാണ് വൈത്തിരി പാർക്കിന്റെ. സുഹൃത്തുക്കളെ, അരിസൈത്തിനാണ് ഇന്ന് നമ്മളൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് മുട്ടിന്റെ ആളാണ്. അവിടെ ചേച്ചി ബിരിയാണി വെക്കണ കാണുന്നുണ്ട് നമ്മൾ. കണ്ടോ ചേച്ചിയെ? ഇതിന്റെ വീടോടെ ഡെയിലി ബിരിയാണി കഴിച്ചു വരുന്നുണ്ടോ? ഡെയിലി വരും അല്ലേ? ഡെയിലി വരും. അപ്പൊ നമുക്കൊന്നൊരു ചലഞ്ച് വീഡിയോ ആക്കി നോക്കാം. നമുക്കിത് പിന്നെ ഞാൻ കുറച്ച് വിറ്റ് നോക്കട്ടെ, വണ്ടിക്കാർക്ക് കഴിയാത്ത വിൽക്കാൻ. വൈത്തിരി പാർക്കിന്റെ ഒരു ടിക്കറ്റ് കൊടുക്കാൻ പോവാണ്. ഇത് ആദ്യം നിർത്തി വാങ്ങണ വണ്ടിക്കാർക്ക് വൈത്തിരി പാർക്കിന്റെ ഒരു ഫാമിലി ടിക്കറ്റ് ആയിരിക്കും. അപ്പൊ ആരാണ് ആദ്യം നിർത്തുക നമുക്ക് നോക്കാം. എന്നൊരു ബിരിയാണി തന്നു സൗഖ്യത്ത് ബിരിയാണി കയ്യാട്ട പൊക്കിപ്പൊടി. നിങ്ങളാ റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ ബിരിയാണി വിറ്റുകൊണ്ട് കേട്ടോ. ആരാണ് ആദ്യം വാങ്ങണത് ഓലാണ് ഭാഗ്യവാൻ. വൈത്തിരി പാർക്കിന്റെ ഇതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം വണ്ടി റണ്ണിങ്ങിൽ വന്നിട്ട് നിർത്തണം. ഇവിടെ അടുത്തുള്ളവരിൽ നിന്ന് കണ്ടിട്ട് വാങ്ങിയാൽ സ്വീകരിക്കൂല കേട്ടോ. ഇതുപോലെ ഞാനും തന്നെ വിൽക്കാൻ തുടങ്ങിക്കണേ. ഇന്നിവിടെ ജഗപോക കച്ചവടമാണ്. ആദ്യം വാങ്ങുന്ന ആൾക്ക് ടിക്കറ്റ് ഇതാ, വന്നോളി വാങ്ങിക്കോളി. ഇതൊരു ചലഞ്ചാണ്. ആദ്യം വാങ്ങുന്ന ആളുകൾക്ക് ടിക്കറ്റ്. ഒരു ബിരിയാണി വാങ്ങി കഴിഞ്ഞാൽ ഒരു രക്ഷപ്പെട്ടു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചോളി. ഇതേമാതിരി കിട്ടുന്ന വീഡിയോസുകൾ നിങ്ങൾ കാണട്ടോ. നോക്കാം നമുക്ക് ആരാണ് വാങ്ങുന്നത് നോക്കാം. ഒരാളെന്തായാലും വാങ്ങുമല്ലോ. ആദ്യം വാങ്ങുന്നവർക്കൊരു സമ്മാനം. ബിരിയാണി വാങ്ങാം. അത് ആ കാറിൽ നിന്ന് കയ്യാട്ടി എനക്കിട്ട് സൗഖ്യത്ത് കയ്യാട്ടി കൊടുക്കണം. ആരാ നിർത്തണേന്ന് നമുക്ക് നോക്കണം. അവിടെ ഒരു ചേച്ചി അതാ കൂണ് വെക്കണേ. അപ്പോൾ 2 പേർക്ക് കൂണ് വാങ്ങിയിട്ട് മഷ്റൂം 2 പേർക്ക് വാങ്ങണം. സുഹൃത്തുക്കളെ, സൗഖ്യത്ത് വെയിലും കൊണ്ട് നല്ല കയ്യാട്ടില്ല കേട്ടോ. ഏതായാലും ആരാ നിർത്താൻ നമുക്ക് നോക്കാം. ചേച്ചിനെ ഞങ്ങളോട് ഒരു ഭാഗത്ത് ഇരുത്തിക്കുന്നു കേട്ടോ. ഇതാണ് ചേച്ചിന്റെ 100 രൂപ ബിരിയാണി എന്നുള്ള ആ ഒരു സംഭവം. അത് വൈകാനും നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിത് ആദ്യം വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. വൈത്തിരി പാർക്കിന്റെ ഒരു പ്രവേശന ടിക്കറ്റ് ഉണ്ട് ഫാമിലിക്ക്. അപ്പോ നിങ്ങൾ വൈത്തിരി പാർക്ക് പോയില്ല? എന്നാ പിന്നെ ഒരു ഭാഗ്യം ഒരു ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പോ തരാം. എന്നാ ബിരിയാണിന്റെ പൈസ നിങ്ങൾ ഇവിടെ അടച്ചോളി ചേച്ചിന്റെ. സൗഖ്യത്ത് ടിക്കറ്റ് കൈമാറുകയാണ്. കാക്കങ്ങളുടെ പേരെന്തെന്ന് പറയും? ബാവ. മുട്ടിലുള്ള ബാവക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങള് ഫാമിലിനായിട്ട് വന്നോളി. 4 ആൾക്ക് കയറട്ടെ. ഒന്നും ഡേറ്റ് ഇല്ല. നാളെ മുതൽ നിങ്ങൾക്ക് എപ്പോ ആണെങ്കിലും പോവാം. വൈത്തിരി പാർക്ക്, വയനാട് വൈത്തിരി പാർക്ക് കണ്ടില്ലേ, ചേലോടുള്ള ഈ ചേച്ചിന്റെ ബിരിയാണി നമ്മൾ ഒക്കെ പോയി ബാക്കിയുള്ളതൊക്കെ ചെലവാക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പൊ ആയിക്കോട്ടെ, നോക്കാം. താങ്ക് യു. ഇനി രണ്ടാമത് ബിരിയാണി വാങ്ങുന്ന ആളുകൾക്ക് ഒരു വ്യക്തിക്കുള്ള ടിക്കറ്റാണ് കൊടുക്കണത്. ഒരു വ്യക്തിക്കുള്ള ടിക്കറ്റിനുള്ള ആണിത്. എങ്ങനെ അന്നെ കൂട്ടൂല കേട്ടോ. ഈ കുടുംബക്കാരെ ഇന്നെ കണ്ടോണ്ട് നിർത്തിയല്ലേ, അന്നെ കൂട്ടൂല. അങ്ങനെ ഒരു കൈ ചേച്ചിന്റെ ബിരിയാണി നമ്മളൊന്ന് വിറ്റ് കൊടുക്കും. കയ്യാട്ടിക്ക പൊക്കി പിടിക്കാം. ഇങ്ങോട്ട് കൂടി സുഹൃത്തുക്കളെ, ഒരാൾക്കുള്ള ടിക്കറ്റിനുള്ള ഒരു കയ്യാട്ടത് വാങ്ങിക്കോളി. ഇതാ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈത്തിരി പാർക്കിൽ പോകാം. ഒരാൾക്കുള്ള ടിക്കറ്റ്. സുഹൃത്ത് സമീർ കേട്ടത്. സമീർ എവിടെയാണ്? എമിലി അല്ലേ, കൽപ്പറ്റ. നമ്മളെ കണ്ടപ്പോ നിർത്തിയാണ്. പക്ഷെ അങ്ങനെ നിർത്തുന്നവർക്ക് കിട്ടില്ല സമ്മാനം. അതില്ല അന്ന വണ്ടി അവിടെ നിർത്തിക്കണ ശരിയാണ്. ഇനി ഇത് കണ്ടിട്ട് നിർത്തുകയാണെങ്കിൽ എനിക്ക് തരുന്നതാണ്. അത് കൂട്ടില്ല. ആയിക്കോട്ടെ, താങ്ക് യു. ഓക്കെ, വരുന്നുണ്ട്, ഒരാൾ വരുന്നുണ്ട്. കാർ നിർത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ കേട്ടോ. നിങ്ങളുടെ പേരെന്താ സാറേ? എന്റെ നിതീഷ്. എവിടെ? വയനാട്ടിൽ തന്നെ? വയനാട്ടിൽ ബാംഗ്ലൂരാണ്. വൈത്തിരി പാർക്കിനെ പറ്റി അറിയോ? ഇല്ല. വൈത്തിരി കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു വ്യക്തിക്കുള്ള ഒരു ടിക്കറ്റ് ഫ്രീ ആയിട്ട് തരാം. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ ഫാമിലി ആയിട്ട് പോവാണെങ്കിൽ 2 ആളുണ്ടെങ്കിൽ ഓൾക്ക് എടുത്താൽ മതി. ഓക്കെ. ആ ബിരിയാണിന്റെ പൈസ കൊടുത്തോളി. കൊടുത്തോളി. അതുപോലെ 2 കുട്ടികളുണ്ട് കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് വരിക. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ 2 ടാസ്കും പൂർത്തിയായിട്ട് ടിക്കറ്റ് കൊടുക്കാം. വൈത്തിരി പാർക്കിന്റെ എന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അന്ന് പോവാം. നമുക്ക് 2 ബിരിയാണി നല്ലതൊക്കെ ബിരിയാണി ഒന്ന് കഴിക്കല്ലേ? എന്നാ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. നോക്കത്തെ ബിരിയാണി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മൾ ബിരിയാണി കഴിച്ചിട്ടേ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട് വൈത്തിരി പാർക്കിന്റെ വക. അതും കൂടി കൊടുത്തിട്ട് നമുക്ക് അവരത് അവിടെ തന്നെ കഴിക്കുകയാണ്. ഞങ്ങളിത് അവിടെ കഴിക്കാം. നല്ല 2 പീസ് ഉണ്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല മസാല കഴിച്ച് നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുവഴി വരുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യും. ഈ സ്ഥലത്തിന്റെ പേരെന്താ? പാറക്കലോ? പാറക്കലിനും ചേരങ്കൊല്ലിന്റെയും നടുക്കാണ്.
നല്ല ബിരിയാണിയാണ്, നല്ല ബന്ധുണ്ട്, സൂപ്പർ ബിരിയാണി. അവർക്ക് കുറച്ച് വെയിലുണ്ടാലും എന്താ. അപ്പൊ സുഹൃത്തുക്കളെ, ഭക്ഷണം കഴിച്ചു, നല്ല സന്തോഷമായി. അപ്പൊ ചേച്ചിക്കുള്ള ഗിഫ്റ്റ് ഇതാ സൗകര്യത്തെ അവിടെ പോയി എടുക്കാട്ടോ. വൈത്തിരി പാർക്കിന്റെ വക ഒരു ഗിഫ്റ്റ് ചേച്ചിക്ക്. ആയിക്കോട്ടെ. എന്താ പറയാനുള്ളത്? സന്തോഷമായോ? സന്തോഷായി. ഞങ്ങൾ ഇടയ്ക്ക് വരാം. ആയിക്കോട്ടെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാന് 2 പിള്ളേര്, ഭർത്താവ് മരിച്ചു, 9 മാസമായി. അതിന്റെ ശേഷം ചേച്ചിന്റെ ബിരിയാണി വാങ്ങി സഹായിക്കണം. കാരണം എന്താ പറയാ, ചേച്ചി 2 പിള്ളേരാണ്. അപ്പൊ ചേച്ചി ഇത് വിറ്റിട്ട് വേണം ജീവിതം മുന്നോട്ട് പോകാൻ. അപ്പൊ എല്ലാരും സഹകരണം ഉണ്ടാവണം. പാർക്കൽ ഈ റോഡ് സൈഡിൽ കാണട്ടെ, ഒരു കൊടയൊക്കെ ആയിട്ട്, ചുവന്ന കൊടയൊക്കെ ആയിട്ട് കാണാം. അപ്പൊ എല്ലാരും സഹകരിക്കാം. എത്ര ചേച്ചേ? അല്ല, എത്ര പൈസ? എത്ര? 100. 2 ഇത് തരി. റോഡ് സൈഡിലൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കണം, ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബിരിയാണി ബാക്കിയുണ്ട്. ആ ചേച്ചിൻ്റെ തൊട്ടടുത്ത് ചേച്ചി കച്ചവടം ചെയ്യുന്ന ചേച്ചിൻ്റെ 2 കൂണും വാങ്ങിയിട്ടുണ്ട്. ഇതുവഴി പോണ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യാം. 2 ചേച്ചിമാർ. അപ്പോൾ ഇനി ഭക്ഷണം ആർക്കെങ്കിലും കൊടുക്കാം അല്ലേ? അതൊക്കെ ചേച്ചിയെ ഭക്ഷണം കഴിച്ചോ? ഇല്ല. ഒരു ചോറ് ഇട്ടേ ബിരിയാണി. അത് തിന്നോളിട്ടോ. വൈത്തിരി പാർക്കിന്റെ ലിങ്ക് ഞാൻ ഇതിലിടാം. വൈത്തിരി പാർക്കും ഫോളോ ചെയ്തോളി. അപ്പൊ ഒരു ടിക്കറ്റ് ഇങ്ങൾക്കും ആവാം. ഞങ്ങൾ പല പല സംഭവങ്ങളായിട്ട് ഇനി വരാണ്ടല്ലേ. സംഭവങ്ങളെ അതെല്ലാരും ഫോളോ ചെയ്തോളി. ഞങ്ങൾ കളി മാറ്റിക്കണ്. കളി മാറ്റിയാണ്. ഓക്കെ. അപ്പൊ പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം.